നീ എന്താ ഫാത്തിമ ഒന്നും മിണ്ടാത്തെ? നിന്റെ മുത്തശ്ശിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്ത് പറയാനാ അനാമിക, മുത്തശ്ശിയെ മംഗലാപുരത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ അടുത്തൊന്നും വലിയ ആശുപത്രിയൊന്നുമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലെന്ന്. അതെന്താ അനാമിക നമ്മൾക്ക് മാത്രം മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്? ബാക്കി എല്ലാ ജില്ലയിലും ഉണ്ടല്ലോ. കാസർഗോഡുള്ളവർക്ക് അസുഖം വന്നാൽ കണ്ണൂരിലേക്കോ മംഗലാപുരത്തേക്കോ ഓടണം. ഉമ്മർത്തിരിക്കുന്ന അച്ഛൻ പത്രം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ മെഡിക്കൽ കോളേജ് തറക്കല്ലിട്ടിട്ട് കുറെ കൊല്ലങ്ങളായി. പക്ഷെ അവിടുന്ന് ഡോക്ടർമാരുടെ സേവനങ്ങൾ ഇതുവരെയായിട്ടും പൂർണ്ണമായി കിട്ടിയിട്ടില്ല. അതെ, ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് പേടിയാകും. മംഗലാപുരത്തേക്ക് പോകണമെങ്കിൽ 5 മണിക്കൂർ വേണം. വഴിയിൽ ഗതാഗത കുരുക്കാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആശുപത്രിയുടെ കാര്യങ്ങൾ മാത്രമല്ല ഫാത്തിമ, പോയി വരാൻ ഒരു തീവണ്ടി സൗകര്യം പോലും ഉണ്ടോ ഇവിടെ? രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ ട്രെയിൻ ഉണ്ടോ? അതെ അനാമിക, എന്തിനേറെ ബാക്കൽ കോട്ടയും റാണിപുരവും മലനിരകളും പുഴകളും കാണാൻ എന്ത് രസമാ. മറ്റു ജില്ലകളിലൊക്കെ ഇങ്ങനെയുള്ള ഇടങ്ങൾ എത്ര വലുതായിട്ടാണ് ടൂറിസം വികസിപ്പിച്ചെടുക്കുന്നത്. നമ്മളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതാ, ബീച്ചും മലനിരകളും ചരിത്രവും ഒക്കെ കാണാൻ എന്ത് രസമാ. പക്ഷെ ടൂറിസത്തിന് നമ്മൾ പിന്നില്ല. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒഴിവാക്കുകയാണോ? നമ്മൾക്ക് ചികിത്സ കിട്ടാനും യാത്ര ചെയ്യാനും നാട് വളരാനും ഒക്കെ എത്ര കാലം എടുക്കും അനാമിക? നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതൊക്കെ ചോദിക്കണം ഫാത്തിമ. നമുക്ക് പഠിക്കാൻ നല്ല സ്കൂളുള്ളത് പോലെ ജീവൻ രക്ഷിക്കാൻ ഒരു മെഡിക്കൽ കോളേജും യാത്ര ചെയ്യാൻ ഒരു റെയിൽവേ സൗകര്യങ്ങളും നാടിന്റെ വളർച്ചയ്ക്കായി ഒരു ടൂറിസം വികസനവും ഒക്കെ വേണ്ടേ ഇവിടെ? ശരിയാ, വല്ല മന്ത്രിമാരെ ഇങ്ങോട്ട് വന്നാൽ കുട്ടികൾ ചെന്ന് ഒരുമിച്ച് ചെന്ന് പറയാം, നമ്മുടെ കാസർഗോഡിന് വേണം എന്തെങ്കിലും വികസനം എന്ന്.